ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതേ ഒരു പൊട്ടറ്റോ കറിയാണേ. അപ്പോൾ അത് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പൊട്ടറ്റോ ഇതുപോലെയുള്ള ഇത്രയും വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകി എടുത്ത് വച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാള അരിഞ്ഞത്, ഒരു ചെറിയ തക്കാളി, പിന്നെ ഒരു 3-4 കാന്താരി മുളക്, അത് പച്ചമുളക് ഉണ്ടെങ്കിൽ അത് ഇട്ടാലും മതി, ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയും സാധനങ്ങളും കൂടെ നമുക്ക് പൊട്ടറ്റോയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പച്ചക്കറികളെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി, ഞാനിത് വറുത്തരച്ചാണ് വയ്ക്കണത്, അപ്പോൾ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് കുറച്ച് ഇതിന് വേവാൻ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിക്കാം. ആ പൊട്ടറ്റോയും കഷ്ണങ്ങളും ഒക്കെ ഒന്ന് നികന്ന് കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. നമുക്കിത് അടച്ചു വെച്ച് ഒരു 2-3 വിസിൽ അത്രയും നമുക്ക് അടിച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ അവിടെ കുക്ക് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്കിവിടെ വറുത്ത തേങ്ങ അരച്ചെടുക്കാം. ഇത് ഞാൻ ഓൾറെഡി വറുത്ത തേങ്ങ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, അതാണ്. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് അരച്ചെടുക്കാൻ പോവാം. നമ്മുടെ പൊട്ടറ്റോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്തു. ഇതിലേക്ക് നമുക്ക് വറുത്തരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കടുക് വറുത്തിടാം. അപ്പോൾ നമ്മുടെ വറുത്തരച്ച പൊട്ടറ്റോ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ ഒരു നല്ലൊരു കറിയാണിത്.